ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ 2 മാങ്ങ വെച്ച് നമ്മളൊന്നൊരു അടിപൊളി ജ്യൂസ് അടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മാങ്ങ എന്നിട്ട് കേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അരിഞ്ഞ് വെക്കുന്നത്. അത്യാവശ്യം ഒരു അധികം പൈക്കാനും പാടില്ല ഈ ഒരു മാങ്ങ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ച മാങ്ങ കേക്കിന് ശേഷം നമ്മളിത് ജാറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ മാങ്ങ മൊത്തത്തിൽ 2 പ്രാവശ്യമാണ് നമ്മൾ അടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ തോലൊന്നും കളഞ്ഞിട്ടില്ല മാങ്ങേൻ്റെ. അതുകൊണ്ട് ഈ മാങ്ങ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിപ്പ ഉപയോഗിച്ച് അരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ പഞ്ചാരയും 1.5 ഗ്ലാസ് വെള്ളവുമാണ് നമ്മളിതിനകത്ത് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അധികം മുഴുപ്പില്ലാത്ത രീതിയിൽ ഇതുപോലെ വേണം നമ്മളിത് അടിച്ചെടുക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പാൽപ്പൊടിയോ പാലും മറ്റു കാര്യങ്ങളൊക്കെ ചേർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള മുഴുപ്പും കാര്യങ്ങളൊക്കെയാണ് നമുക്കിത് വേണ്ടത്. ഞാൻ പറഞ്ഞിരുന്നു ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ തോലൊന്നും ചെത്തിയിട്ടില്ല. അതുകൊണ്ടല്ല ചെത്തിയില്ലെങ്കിലും നമ്മൾ അരിപ്പ ഉപയോഗിച്ച് മാങ്ങേൻ്റെ ജ്യൂസൊന്ന് അരിച്ചെടുത്താൽ അടിപൊളിയായിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് മാങ്ങേൻ്റെ ജ്യൂസ് കിട്ടും. പിന്നെ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ ചെയ്തേക്കുക. പിന്നെ നമുക്കത് ഗ്ലാസ്സിലേക്ക് മാറ്റാവുന്നതാണ് ഗൈസ്.